ഹായ്, ഇന്നത്തെ വീഡിയോയിൽ ഉള്ളിത്തണ്ട് തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. തോരൻ ഉണ്ടാക്കാനുള്ള ഉള്ളിത്തൂമ്പ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇതിൻ്റെ അറ്റത്തുള്ള പൂവ് ഞാൻ എടുത്തിട്ടില്ല. ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കാം. ഇത് മുഴുവനായിട്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് അരക്കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. 4-5 ചെറിയ ഉള്ളി, 2 പച്ചമുളക്, മുളക് എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വെള്ളമൊന്നും ഇല്ലാതെ ഇതൊന്ന് ചതച്ചെടുക്കണം. ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകെല്ലാം പൊട്ടി വരുമ്പോൾ 2 ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ ഒരു പച്ചക്കുത്ത് പോകാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സ്പ്രിംഗ് ഓനിയൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങയും സ്പ്രിംഗ് ഓനിയനും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് അടച്ച് വെക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒത്തിരി സമയം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വേവായി കിട്ടും. ഉള്ളിപ്പൂവിൽ വെള്ളം ഉണ്ടാവും. ആ വെള്ളമൊക്കെ പോയി ഒന്ന് ഡ്രൈ ആവാൻ ലാസ്റ്റ് ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുത്താൽ മതി. ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഉള്ളിത്തൂമ്പ് തോരന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലായ്പ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.